നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മളെ സഫാരി കാർസിന്റെ കൊച്ചി ഷോറൂമിൽ ഒരു ഡെലിവറി നടക്കാൻ പോകും. സൺഡേ ഡെലിവറി ഇടാറുന്ന പോലെ സൺഡേ ഡെലിവറിയാണ്. അപ്പോൾ വ്ളോഗ് കൊടുക്കുന്നുണ്ട്, നമ്മൾ റീൽ കൊടുക്കുന്നുണ്ട്. വ്ളോഗിൽ നമ്മൾ മൊത്തം വിശേഷങ്ങൾ, ഡെലിവറി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പരിപാടിയൊക്കെ. അതിന്റെ ഏറ്റവും ഫിനിഷിംഗ് സ്റ്റേജ് ആണ് അത് ഒരു ടെൻഷനുമാണ് നമുക്ക്. അത് മാക്സിമം അടിപൊളിയാക്കണം എന്നുള്ളത് നമ്മളെ നിർബന്ധമാണ്. പിന്നെ നമ്മളിന്ന് കൈമാറാൻ പോണ വണ്ടി അല്ലേ, ഒരു കൊമ്പൻ BMW X7 ആണ് ഞങ്ങൾ കൈമാറാൻ പോകുന്നത് അല്ലേ. അതും വെറും 6000 കിലോമീറ്ററോടെ ഒരു പുതുപുത്തൻ വാഹനം അല്ലേ. അപ്പോൾ അതാണ് ഇന്ന് കൈമാറാൻ പോകുന്നത്. അതായത് നമ്മൾ മെഴ്സിഡീസിൻ്റെ GLS-നേറ്റും ഓഡിൻ്റെ Q7-നേറ്റൊക്കെ കട പിടിച്ച് നിൽക്കുന്ന മുതലാണ് BMW X7. അപ്പോൾ X7 വാങ്ങിക്കാൻ പോണ കസ്റ്റമറൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്താം അല്ലേ. അപ്പോൾ അതേപോലെ ഒട്ടനവധി വിശേഷങ്ങളുണ്ട്. ഇവിടെ ടീമിനെ പരിചയപ്പെടുത്തി പോവാം. അതുപോലെ അവിടെ കസ്റ്റമർ നമ്മൾ സ്വന്തം ആൾക്കാരുണ്ട് ഇവിടെ, ഓലിമാടെ കണ്ടിട്ട് പോവാം. അതായത് യശ്മോനെ എന്താ വിശേഷം? അന്ന് ഡെലിവറി കഴിഞ്ഞാണ് പോയതാണ്. ഇവിടെ ഒരു ടീമുണ്ട്. അതായത് ഇത് നമ്മൾ സ്വന്തം ഫാമിലി മെമ്പേഴ്സ് പോലത്തെ ആളുകൾ തന്നെ കേട്ടോ. പപ്പ ഇവിടെ ഉണ്ട്, മമ്മി ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം വന്ന് ഞങ്ങളെ മീറ്റ് ചെയ്തിപ്പോ അല്ലേ. എങ്ങനെയുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് പോയിട്ട്? അടിപൊളി അല്ലേ. പിന്നെ ഏറ്റവും വലിയ ഷോറൂമായി. അതെ, സന്തോഷം. എന്തായാലും ഉദ്ഘാടന വീഡിയോസ് ഒക്കെ കണ്ട ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും. എങ്ങനെയുണ്ട് നമ്മളെ പോർഷെ മെക്കാന്റെ അനുഭവം? അടിപൊളിയാണ് അല്ലേ. അപ്പൊ ഇനി പോർഷെ നെക്സ്റ്റ് അപ്ഡേഷൻ അല്ലേ, എങ്ങനെയുണ്ട്? എന്താ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പോർഷെ എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം, ഒരു അടിപൊളി ബ്രാൻഡാണല്ലോ. നമ്മൾ ബാക്കി വണ്ടി ഓടിക്കുന്നതിലല്ല, BM-ഉം ബെൻസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓടിക്കാൻ ഭയങ്കര രസമുള്ള വണ്ടിയാണ്. അതെ. അപ്പൊ നമ്മൾ ഉദ്ഘാടനത്തിന്റെ അന്നാണ് ഡെലിവറി കൊടുത്തത് അല്ലേ മമ്മി? എങ്ങനെയുണ്ട് പോർഷയിലെ യാത്ര? കുഴപ്പമില്ല, ഉഷാറാണല്ലേ. ബാക്കിൽ യാത്ര. പപ്പക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഫോർച്യൂണർ ഇഷ്ടം. പപ്പക്ക് വലിയ വണ്ടി ഇഷ്ടം, ചെറുത് ഇഷ്ടമല്ല അല്ലേ. പൊങ്ങിയിരിക്കണം തീർച്ചയായിട്ടും. ദൂരെ യാത്ര ചെയ്യാന്. അതെ. അപ്പൊ തീർച്ചയായിട്ടും ഇവര് ഇടുക്കിയിലാട്ടോ, ഇടുക്കി അല്ലേ. കട്ടപ്പന ഞങ്ങൾ ഒരു ദിവസം കട്ടപ്പന വരുന്നുണ്ട്. നമുക്ക് തകർക്കണം. നമുക്ക് ഡെലിവറി കൊടുത്തിട്ട് തരാം. നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഡെലിവറി മുഹൂർത്തത്തിലോട്ട് പോവാം അല്ലേ. കസ്റ്റമർ ശരിക്ക് ഞങ്ങളെ നാട്ടുകാർ തന്നെയാണ് അല്ലേ. നാട്ടുകാർക്കുള്ള ഡെലിവറിയാണ്. പക്ഷേ ഒരു സ്പെഷ്യൽ കാറ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് അല്ലേ ഇന്ന് കൈമാറാണ്. അപ്പോൾ ശരിക്കും ഡെലിവറി ടൈം ആകുമ്പോൾ കുറച്ച് വണ്ടികളൊക്കെ നമ്മൾ മാറ്റിയിട്ടേ കൺജസ്റ്റഡ് ആക്കും കേട്ടോ. ഇതൊക്കെ വണ്ടി ഡെലിവറിക്ക് വേണ്ടി ബാക്ക് ഇട്ടത് നമ്മളെ മാറ്റും. അപ്പോൾ മെയിൻ ഏരിയ ഫുള്ള് മാറ്റിയിട്ടിട്ടാണ് ഇപ്പോൾ ഡെലിവറി ടൈം ഇല്ലേ. അപ്പോൾ അതിന് മുന്നേ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നമ്മൾ ടീം മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഒക്കെ റെഡി അല്ലേ? ഇവിടെ തന്നെ തുടങ്ങാം അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളെ ഡെലിവറി പ്രൊസീജിയറിലോട്ട് അല്ലേ നമ്മളെ കസ്റ്റമർ നമുക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യാം അല്ലേ. സഫാരി കാർസിലോട്ട് നമ്മൾ ഡെലിവറി മുഹൂർത്തത്തിലോട്ട് സ്വാഗതം വരും. അതായത് ഈ ഡെലിവറി നമ്മൾ കൊച്ചിന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇത് നമ്മൾ കൈമാറാൻ പോണത് നമ്മുടെ നാട്ടിലേക്കാണ്. കരുവാരകുണ്ടിക്കാണ് ഈ BMW X7 പോണത്. ശരിക്കും കരുവാരകുണ്ടിലെ ഫസ്റ്റ് X7 ആയിരിക്കും, വേറെ ഇല്ലല്ലോ. ഇല്ല, നമ്മൾക്ക് അത് അറിയാം. കാരണം കരുവാരകുണ്ടിലെ ഫസ്റ്റ് BMW X7 ആണ്. ഒരു പുതിയ കാറ് തന്നെ പറയാം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നൂറുക്ക ഇമേജ് മൊബൈൽസിൻ്റെ പാർട്ണറാണ്. അതേപോലെ ഇത് നൂറുഖാൻ്റെ മോനാണ്, മോൻ്റെ പേര് അബ്ദുള്ള. ഇത് നൗഷാദ് അതേപോലെ ഇമേജിൻ്റെ പാർട്ണറാണ്. അതിലുപരി 1-2 കാര്യം കൂടെ പറയാനുണ്ട്. ഇദ്ദേഹം ഒരു 4-5 വണ്ടി അല്ലേ. അതെങ്ങനെയാണ് രോഷിന് പറഞ്ഞു കൊടുക്കി? അതായത് 2 വണ്ടി ഇങ്ങോട്ട് തന്നിക്കണ്. പിന്നെ അങ്ങോട്ട് ഉണ്ട്. അതെ, എടുത്തിട്ടുണ്ട്. പിന്നെ ബലേന എടുത്തിട്ടുണ്ട്, കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതെ. പിന്നെ ഞാനൊരു ദിവസം ഇമേജ് മൊബൈൽസിന്റെ ഏത് കൽപ്പറ്റ ഷോറൂമിൽ വന്നിട്ട് ഒരു ഫോണ് iPhone 15 Pro Max Proന്റെ സീരീസിൽ ലോഞ്ചിന് അതെ വയനാട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് കണക്ഷനിലെ ആളുകളാണ്. അപ്പോൾ നൂറുക്കാർക്ക് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞേക്ക് തന്നെ നൗഷു നമ്മളെ സഫാരി കാർസിൽ കൊച്ചിയിലെത്തി. ഞങ്ങൾ GT നോക്കാൻ വന്നിട്ട് ഇവിടെ വന്നപ്പോ ഏറ്റവും നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും ഉദ്ദേശിച്ച ബെറ്റർ അല്ലേ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അടിപൊളിയായിട്ട് കിട്ടി. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ കാറ് മേടിക്കാൻ വേണ്ടി 3 തവണ അവിടെ ഷോറൂമിൽ വന്നതാണ്.
അപ്പോൾ ഷോറൂമിൽ വന്നപ്പോഴാണ് ഇവിടെ നമ്മളൊന്ന് വന്ന് നോക്കുന്നതും ഇവിടെ ഇനാഗുറേഷൻ കഴിഞ്ഞ സെക്കൻഡ് ഡേ. അപ്പോഴാണ് കുറഞ്ഞ ഉപയോഗിച്ചൊരു വണ്ടി ഉണ്ടെന്ന് നോക്കിക്കൂടെ ചോദിച്ചത്. പിന്നെ നമ്മൾ ചിന്തിച്ച് ചിമ്മി തുറക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു. മൂന്നാമത്തെ ദിവസം ഡെലിവറി ആയി. എങ്ങനെയുണ്ട് വണ്ടിയൊക്കെ? വണ്ടി ഹാപ്പി, ഞങ്ങളെല്ലാവരും ഓടിച്ച് നോക്കി ഹാപ്പിയാണ്. പിന്നെ ഒന്നും ചോദിക്കാല്ല, പുത്തൻ വണ്ടി തന്നെയാണ്. കാരണം ഒരു 6000 കിലോമീറ്റർ ഓടിയ BMW X7 എന്ന് പറഞ്ഞ റയർ വണ്ടിയാണ്. എന്താ മോന് പറയാല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതായിരുന്നു? നമ്മള് X സീരീസിനെ നോക്കിയത്. X7ന്റെ സ്പോർട്ട് പ്രോ എടുക്കാനായിരുന്നു പ്ലാന്. നല്ല തന്നെ കിട്ടി. കിട്ടില്ലേ? ഇവിടെ വണ്ടി പ്രാന്തന്മാരും ഭ്രാന്തികളും ഉണ്ട്. ഓലോട് ചോദിക്കാം. പേര് പറഞ്ഞോടക്കി. ഐദിൻ. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടിന്റെ ഫീച്ചേഴ്സ് മൊത്തം നോക്കല്ലേ? ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ട വണ്ടി? X7 തന്നെ അല്ലേ? അപ്പൊ അതന്നെ കിട്ടി അല്ലേ? എന്താ പറയല്ലേ ഈ മുഹൂർത്തത്തില്? നല്ല വണ്ടി, സന്തോഷം. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയല്ലേ? ഹാപ്പിയാണ് അല്ലേ? ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വണ്ടി ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, എല്ലാ വണ്ടിയും ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത് നമ്മൾ കീ കൈമാറാൻ പോവാണ്. അതെ അടുത്ത വണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഡെലിവറി പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെടുത്തരാം. അത് നമ്മളെ നാട്ടുകാരാണ്. ഇത് നൗഷാദ് മാഷ്, ഇത് ഖാലിദ് മാഷ്. ഖാലിദ് മാഷല്ല, ഖാലിദ് നമ്മളെ അസീർ മാഷ്. അതായത് 2 മെമ്പർമാരാണ് ഞങ്ങളെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 2 മെമ്പർമാരാണ്. ഈ മെമ്പർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഞങ്ങളെ വാർഡിൻ്റെ സ്വന്തം മെമ്പറാണ്. പക്ഷേ ഞാൻ അയാൾ തെറ്റിക്കുകയാണ്, കാരണം ഉദ്ഘാടനത്തിന് വന്നില്ല. അല്ലാത്തവരൊക്കെ ഔദ്യോഗികമായിട്ട് എത്തി, നമ്മളെ മെമ്പർ എത്തിയില്ല. പറയാതെ വന്നില്ലേ? പിന്നെ നമ്മളെ നാട്ടിലത്തെ പ്രതിഭ കോളേജ് ഉണ്ട്, പഴയ പേര് കേട്ട കോളേജാണ്. അതിൻ്റെ ഫൗണ്ടറാണ്. ഇപ്പോൾ ഒരു സ്ഥാപനം നമ്മൾ ബിസ്മാർട്ട് അബാക്കസിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ നമ്മൾ ഷോറൂം വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. നാട്ടുകാർ വരുമ്പോൾ വളരെ സന്തോഷമാണ് അല്ലേ? എന്താ പറയല്ലേ? വളരെയധികം സന്തോഷം. വരാൻ ഒരുപാട് വൈകി, അൽപ്പാലി ചെറിയ രീതിയിലൊക്കെ ചീത്ത പറഞ്ഞു. എന്തായാലും എറണാകുളത്തേക്ക് വരേണ്ട ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്തായാലും വരണം എത്തി വന്നു. സന്തോഷം. കണ്ടു, പ്രതീക്ഷയിലേക്കാൾ ഒരുപാട് വലുതാണ്. അങ്ങനെ പുതിയത് പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്താം. അപ്പൊ ഡെലിവറി മുഹൂർത്തത്തിലും പങ്കെടുക്കാൻ പറ്റില്ലേ? അത് നാട്ടുകാർക്ക് നമ്മളൊരു വ്ളോഗർ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. വ്ളോഗ് ഇപ്പൊ ഞാൻ കുറെ കാലമായിട്ട് പെൻഡിങ് ആണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇടയിൽ വ്ളോഗുകളുണ്ടാവും. നിങ്ങൾ ഇനി നാട്ടിൽ പോവോ? ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യട്ടെ ഇൻഷാല്ലാ. ഇനി നാട്ടിൽ നിന്ന് കാണാം ഇൻഷാല്ലാ. വയനാട് പോവോ? നിങ്ങളൊരു വണ്ടി തന്നെയല്ലേ പോകണം? 2 വണ്ടി ഉണ്ടോ? അവോ മെമ്പറോടെ പൂട്ടിയാലോ നമുക്ക്? കാരണം മെമ്പർ ലോക്കാണ്. നിങ്ങൾ മെമ്പർ നമുക്ക് 2 ദിവസം നിർത്താം. പണിഷ്മെന്റ് ഇയാളിങ്ങനെ ഇങ്ങനെ പെടാൻ നോക്കില്ല. അങ്ങനെ പരിപാടിയിൽ ലോക്കായതാണ്, ഇല്ലെങ്കിൽ മുമ്പ് എത്തും. അതെ ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ ഇനിയും വരിക. ആയിക്കോട്ടെ, ഞാൻ ഇന്ന് രാത്രി അങ്ങോട്ട് വരും. അതെ ആയിക്കോട്ടെ, മോശോട്ടെ. അതെ ഇതാണ് പപ്പ. ലോല് പോവാ, അല്ലെങ്കിൽ അവരെ നോമ്പുറക്കാൻ തുറന്നിട്ട് വിടാന്നുള്ള പ്ലാനിലായിരുന്നു. സംഭവേ ഏതായാലും നിങ്ങൾ വന്നു. അന്ന് ഗിഫ്റ്റൊക്കെ എടുത്തേച്ച് ഉദ്ഘാടനത്തിന്റെ അന്ന് ആകെ തിരക്കായി പോയി. ഇനാഗുറേഷൻ എന്ന് പറഞ്ഞാലേ നമുക്ക് ഒരുപാട് ആൾക്കാർ വന്നല്ലോ. കുറേ വേണ്ടപ്പെട്ട ആൾക്കാർ മിസ്സായി. എനിക്ക് കാണാൻ പറ്റിയില്ല. ആ സങ്കടപ്പോഴും മാറിയില്ല. കാരണം നമ്മൾ ഓടല്ലേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം പോയി. അങ്ങനെ പോയതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അന്ന് നമ്മളെ ഷോറൂമിൽ നിന്ന് ഇനാഗുറേഷന് അന്ന് ഡെലിവറി എടുക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ മൊമെന്റ് അടിച്ചിരുന്നു. അപ്പൊ അന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ഔദ്യോഗികമായി തരാം. കിട്ടിയോ? ഓക്കെ, അപ്പൊ താങ്ക് യു.
സന്തോഷം. നമ്മൾ ശരിക്കും താങ്ക് യു പറയാൻ പാടില്ല അല്ലേ? ഞാൻ അതെ അതെ ശരി, ഓക്കെ, ആയിക്കോട്ടെ, എന്തായാലും വരും.